എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 30 തിങ്കളാഴ്ചയാണ്. മീനം 16. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. ഇറാന്റെ ആക്രമണത്തിൽ കുവൈറ്റിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. വൈദ്യുതി നിലയങ്ങളും കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളും കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിലാണ് ഇന്ത്യക്കാരന് ജീവൻ നഷ്ടമായത്. സൗദി, ബഹ്റൈൻ, UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുന്നു. അതിനിടെ ഇറാനിൽ കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നതായി സൂചന. ഇറാനിൽ സൂക്ഷിച്ചിരിക്കുന്ന വൻതോതിലുള്ള യുറേനിയം ശേഖരം പിടിച്ചെടുക്കുന്നതിനായി സൈനിക നീക്കത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. മുഹമ്മദ് റഹീസ് ദുബൈയിൽ നിന്ന്, മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നൊപ്പം ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും. ആദ്യം മുഹമ്മദ് റഹീസിലേക്കാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. വിഷ് ചെയ്യുമ്പോൾ പോലും രാവിലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത്. ആക്രമണത്തിന്റെ വാർത്ത, ഒപ്പം ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്ന വിവരം. രാത്രിയും ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ തുടരുകയായിരുന്നു. ഗൂഗിൾ അതിസങ്കീർണമായാണ് ഗൾഫ് മേഖലയിലെ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 4-5 ദിവസമായി തുടർച്ചയായി പുലർച്ചെ അലാം ശബ്ദമടിക്കുന്നതിന് മുമ്പ് ഉഗ്ര സ്ഫോടക ശബ്ദങ്ങൾ കേട്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ആളുകൾ ഉറക്കം എഴുന്നേൽക്കുന്നത്. ആ നിലയിലേക്കൊക്കെയും ആക്രമണത്തിന്റെ തോത് വർദ്ധിച്ചു എന്നുള്ള വസ്തുത ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ നിലയിലേക്ക് ആക്രമണം കടുക്കുകയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇന്ന് പുലർച്ചെ ഉണ്ടായ ഏറ്റവും സങ്കടകരമായിട്ടുള്ള വിവരം അത് ഈ കുവൈറ്റിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ്. വൈദ്യുതി നിലയങ്ങളും കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റുകളും കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. അത് ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നട്ടെല്ല് തകർക്കുന്ന നിലയിലേക്കുള്ള ആക്രമണ ശ്രമങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ ഈ വൈദ്യുത മന്ത്രാലയം, കുവൈറ്റിന്റെ വൈദ്യുത മന്ത്രാലയം അതിന്റെ ഔദ്യോഗിക വക്താവ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഇന്ത്യക്കാരന് കൂടി ഈ ഒരു സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെടുകയാണ്. ഇറാൻ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുകയാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇന്ത്യക്കാർ മരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കുകയോ ചെയ്യുന്ന സാഹചര്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ വൈദ്യുത ഊർജ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആക്രമണം. ഒപ്പം തന്നെ ഈ വെള്ളം ശുദ്ധിയാക്കുന്ന ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെയും കടൽ വെള്ളം ശുദ്ധീകരിച്ച് അത് ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമ്പോൾ അത് മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ ജനജീവിതത്തിനെ സാരമായി ഡയറക്റ്റായി ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്നു. ഒപ്പം തന്നെ UAE വിവിധ ഇടങ്ങളിൽ ആക്രമണം നടന്നു. ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്നു. ബഹ്റൈനിൽ 3 തവണയാണ് അലാം ശബ്ദം കേട്ടത്. അങ്ങനെ ഈ മേഖലകളൊക്കെയും കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഗൂഗിൾ, തീർച്ചയായും വല്ലാത്ത ദുരവസ്ഥയാണ്. ഈ അപായ ഭീഷണി മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ സൈറനുകൾ കേട്ടുണരേണ്ടി വരുന്ന ഒരു നാട്. അതിനപ്പുറത്തേക്ക് അവരുടെ സ്വൈര്യജീവിതം ഇല്ലാതായിട്ട് കുറേ കാലമായി. ഇപ്പോൾ കുടിവെള്ളം പോലും മുട്ടുന്ന നിലയിലേക്ക് ആക്രമണങ്ങൾ, ഈ ജലം ശുദ്ധീകരിക്കുന്ന, കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വരുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം സങ്കീർണമായ ഒരു നിലയിലേക്ക് പോവുകയാണ്. ഇനി മധു കൊട്ടാരക്കരയുണ്ട് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, നമുക്കറിയാം ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം തുടർന്ന് 1 മാസം പിന്നിടുകയാണ്. എന്നിട്ടും അയവില്ലാതെ ഇപ്പോഴും ഓരോ ദിവസം കഴിയുന്നവർ വീണ്ടും വീണ്ടും പേടിപ്പെടുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ. അതോടൊപ്പം തന്നെ ഇന്നിതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പല രീതിയിലുള്ള ആക്രമണത്തിനുള്ള നിർദ്ദേശങ്ങൾ പറയുന്നു. അപ്പോൾ 1 മാസം പിന്നിടുമ്പോഴും അയവില്ലാതെ ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യം തുടരുകയാണ്. ഗുഡ് മോർണിംഗ് ഗോകുൽ, ശ്രീനിധി. ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് ഇറാനിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ തോതിൽ യുറേനിയം ഉണ്ട്. ആ ശേഖരം പിടിച്ചെടുക്കുന്നതിന് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സൈനിക നീക്കത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതി ഇടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇവിടെ ഏതാണ്ട് ഒരു 450 കിലോ യുറേനിയം ഉണ്ട്. ഇത് സുരക്ഷിതമായി പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഈ സൈനിക ദൗത്യത്തിന്റെ പ്രധാനമായിട്ട് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിന് ഇറാന്റെ മണ്ണിൽ നേരിട്ട് പ്രവേശിക്കണം. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യത ഉള്ളതുമാണ്. അതുകൊണ്ട് ഈ അമേരിക്കൻ സൈനികർക്ക് ചിലപ്പം ദിവസങ്ങളോളം, ഇതിൽ കൂടുതലോ അല്ലെങ്കിൽ
ഇറാനിൽ തങ്ങേണ്ടി വരുമെന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു സൂചന. അതുകൊണ്ട് തന്നെ ഈ സൈനിക ദൗത്യത്തിന്റെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമ തീരുമാനം ഈ നിമിഷം വരെ കൈക്കൊണ്ടിട്ടില്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം എടുക്കുമായിരിക്കാം. അതേസമയം ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കും. അതിന് ആതിഥേയത്വം വഹിക്കുവാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ഇസ്ലാമാബാദിൽ 4 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്നലെ നടന്നു. അതിനുശേഷം അവിടുത്തെ വിദേശകാര്യ മന്ത്രി ഇഷാഖ് ദറാണ് ഇത് സംബന്ധിച്ചുള്ള പാകിസ്ഥാന്റെ നിലപാട് വ്യക്തമാക്കിയത്. സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മന്ത്രിമാർ കൂടി ഈ മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ ഒരു പേഴ്സണൽ മെസ്സേജ് ഇറാഖിലെ പ്രമുഖ ഷിയ രാഷ്ട്രീയ പാർട്ടിയായ ഇസ്ലാമിക് സുപ്രീം കൗൺസിൽ ഓഫ് ഇറാഖിന് കൈമാറിയിട്ടുണ്ട്. ഇറാഖിലെ ഇറാനിയൻ അംബാസഡറാണ് ഈ പാർട്ടിയുടെ ഈ മെസ്സേജ് അവിടെ എത്തിച്ചത്. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിലും ഈ US ഇസ്രായേൽ യുദ്ധത്തിൽ ഇവര് എടുത്ത ഒരു നിലപാട് അതിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ഇത്. US ആക്രമണത്തിൽ ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റതിന് ശേഷം മുസ്തഫ ഖമേനി ഇതുവരെയും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. അതേസമയം ഇറാനെതിരെ കടുത്ത വിമർശനവുമായി UAE പ്രസിഡന്റ് ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഗൾഫ് അറബ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട് ഇറാൻ മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്നലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും അതിന്റെ തൊട്ടടുത്ത ചില പ്രവിശ്യകളിലും വലിയ തോതിൽ വൈദ്യുതി തടസ്സം നേരിടുന്നതായി ഇറാൻ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ പ്രധാന വൈദ്യുതി നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്ന് ഈ ഇറാൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശ്രീനിധി ഗോകുൽ. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്ക ആക്രമണത്തിന് കരയുദ്ധത്തിലേക്ക് അടുക്കുന്നു. അവിടെ യുറേനിയം കേന്ദ്രങ്ങൾ, അത് സമ്പുഷ്ട യുറേനിയം പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു. നേരിട്ട് വരട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പോർ വിളിച്ചുകൊണ്ട് ഇറാൻ നിൽക്കുകയാണ് ഒരു വശത്ത്. ഇനി ജിദ്ദയിലേക്കാണ് പോകേണ്ടത്. സൗദി അറേബ്യയ്ക്ക് നേരെ ഇന്നലെ രാത്രിയും ആക്രമണമുണ്ടായി. ജലീൽ കണ്ണമംഗലം ചേരുന്നു. ജലീൽ, സൗദിക്ക് നേരെ എല്ലാ രാത്രിയിലും എല്ലാ പുലർച്ചെയും ഇങ്ങനെ ആക്രമണങ്ങൾ തുടർച്ചയായി വരുന്നു. ഇന്ന് പുലർച്ചെ എന്താണ് സാഹചര്യം? ഗോകുൽ, ശ്രീനിധി, സൗദിക്ക് നേരെ ഇപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നുണ്ട്. സൗദി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗദിക്ക് നേരെ ഈ കഴിഞ്ഞ രാത്രിയിൽ 6 മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കിഴക്കൻ മേഖല ലക്ഷ്യമാക്കി വന്ന ഒരു ക്രൂയിസ് മിസൈലും അതോടൊപ്പം 5 ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ പ്രവിശ്യയിൽ അല്പം മുമ്പ് വരെ ജനങ്ങൾക്ക് അപകട മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചിരുന്നു. ജാഗ്രതാ നിർദ്ദേശവും ലഭിച്ചു. അതോടൊപ്പം വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി പ്രവാസികൾ പറയുന്നുണ്ട്. മേഖല ആക്രമണ ഭീഷണി നേരിടുന്നുണ്ട് എന്നും പുറത്തിറങ്ങാതെ സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കണം എന്നൊക്കെ ഈ നിർദ്ദേശങ്ങളിലുണ്ട്. ഇന്നലെ 10 ഡ്രോൺ ആക്രമണങ്ങളാണ് സൗദിക്ക് നേരെ ഉണ്ടായത്. എല്ലാം പ്രതിരോധ സേന തകർത്തു. ഈ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതൊക്കെ ഭാഗത്താണ് ഇന്നലെ ആക്രമണങ്ങൾ നടന്നത് എന്ന് കൃത്യമായി പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കിഴക്കൻ മേഖലയും അതോടൊപ്പം തന്നെ റിയാദ്, ഖർജ് ഉൾപ്പെടെയുള്ള മധ്യമേഖലയും ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ പ്രധാനമായും ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓയിൽ പ്ലാന്റുകളും അമേരിക്കൻ താവളങ്ങളും കൂടുതൽ ഉള്ളത് ഈ മേഖലകളിലാണ്. അതുകൊണ്ടാണ് ഈ മേഖലകളിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ വരെ 841 ഡ്രോണുകളും 65 മിസൈലുകളുമാണ് സൗദിക്ക് നേരെ വന്നത്. ഇതിൽ 58 ബാലിസ്റ്റിക് മിസൈലുകളും 7 ക്രൂയിസ് മിസൈലുകളും ഉണ്ട്. അതേസമയം ഈ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ വളരെ സജീവമായ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യ. സമാധാന ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെത്തിയ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ മേഖലയിലെ സാഹചര്യവും പ്രതിരോധ മേഖലയിലെ സഹകരണവുമെല്ലാം ചർച്ചയായി. സൗദിയും പാകിസ്ഥാനും തമ്മിൽ പ്രതിരോധ കരാർ നിലവിലുണ്ട്. ആണവ മേഖലയിലെ സഹകരണം ഉൾപ്പെടെ ഈ കരാറിൽ പറയുന്നുണ്ട്. സൗദിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിരോധ മേഖലയിൽ പാകിസ്ഥാനുമായുള്ള സഹകരണം പ്രതിരോധ ശക്തി വർദ്ധിക്കാൻ കാരണമാകും എന്നാണ് വിലയിരുത്തത്. സൗദി, പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ സമാധാനത്തിനുള്ള ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ യോഗം ചേർന്ന് ചർച്ചകളുടെ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം വിവിധ രാഷ്ട്രതലവന്മാരുമായി മേഖലയിലെ സാഹചര്യം ചർച്ച
ചെയ്തു. മൗറിത്താനിയൻ പ്രസിഡന്റ്, സ്പെയിനിലെ ഫിലിപ്പ് ആറാമൻ രാജാവ്, ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് തുടങ്ങിയവരുമായൊക്കെ കിരീടാവകാശി ഫോണിൽ സംസാരിച്ചു. ഇതിനു പുറമെ ഗൾഫ് രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ജോർദാനും നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടായി. ഗൾഫ്, റഷ്യ, ജോർദാൻ സംയുക്ത മന്ത്രിതല യോഗം ഇന്ന് നടക്കുന്നുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ അടിയന്തര യോഗം എന്നാണ് വിശദീകരണം. GCC ജോർദാൻ പ്രതിനിധികളും അതോടൊപ്പം റഷ്യൻ വിദേശകാര്യമന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കും. ശ്രീ ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നൊപ്പം മുഹമ്മദ് റഹീസ് UAE-യിൽ നിന്ന്, ഒപ്പം മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന്, ഇങ്ങനെ വിവിധയിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയായിരുന്നു. ശ്രീനിധി, ഈ ആക്രമണം ഇങ്ങനെ തുടരുകയാണ്. ഒരു വശത്ത് ചർച്ചകളൊക്കെ വരുമ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടി കാണും, പക്ഷെ അതും കടന്ന് ഇപ്പോൾ കരയുദ്ധത്തിലേക്ക് പോകുന്ന വിവരമാണ്. അങ്ങനെ ഒരു മാസം പിന്നിട്ടിട്ടും അയവില്ലാതെ സംഘർഷം തുടരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ആ ഭീതി വീണ്ടും വീണ്ടും കൂടുകയാണ്. സൈറന്റെ ശബ്ദം കേട്ടുണർന്നു എന്നൊരു പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഭക്ഷണത്തിന് വില കൂടി എന്ന കാര്യമൊക്കെ പ്രവാസികൾ ഈ പുലർച്ചെ അതിന് വലിയ ആശങ്ക പങ്കുവെക്കുന്നു. ഏതായാലും സമാധാനം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. അത്തരത്തിൽ ഒരു നല്ല ഇടപെടൽ എവിടെ നിന്നെങ്കിലും ഉണ്ടാകും. ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ചർച്ചകൾ എന്തെങ്കിലും ഫലം കാണും. ഒരു കരയുദ്ധത്തിലേക്ക് പോകരുത് എന്ന് പ്രത്യാശിക്കാം. തീർച്ചയായും മറ്റൊരു വാർത്തയിലേക്കാണ്. പശ്ചിമേഷ്യൻ സംഘർഷം നിരീക്ഷിച്ച് അവശ്യ നടപടികൾ സ്വീകരിക്കുമെന്ന് തുടർന്ന് ഇന്ത്യ മണ്ണെണ്ണ സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇതോടെ മണ്ണെണ്ണ രഹിതമായി മാറി 21 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മണ്ണെണ്ണ വിതരണം ചെയ്യും. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടന്ന BWTYR നാളെ മുംബൈ തീരത്തും BWELM മറ്റന്നാൾ മാംഗ്ലൂർ തീരത്തും എത്തും. അർജുൻ ചേരുന്നുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. അർജുൻ, രാജ്യത്തെ ഈ പരിസ്ഥിതി സൗഹാർദ്ദമായി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി എടുത്ത നിലപാടുകളും നിയന്ത്രണങ്ങളും ഒക്കെ മാറ്റിവെക്കുകയാണ്. അത്ര ഗുരുതരമായ അല്ലെങ്കിൽ അത്ര സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. പാചകവാതകത്തിന്റെ ലഭ്യത കുറവ്, അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവ് സോഴ്സുകൾ ഉപയോഗിക്കാൻ നിർബന്ധിതമാകുന്നു. മണ്ണെണ്ണയ്ക്കുള്ള വിലക്ക് നീക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി അതിന്റെ വിതരണം? ഗൂഗിൾ, ശ്രീനിധി, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇന്ധന പ്രതിസന്ധിയിൽ കുറച്ചുകൂടി അയവ് വരുത്താനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. 2 മാസത്തേക്കാണ് ഈ മണ്ണെണ്ണ സൂക്ഷിക്കുന്നതിനും വിതരണത്തിനുമുള്ള നിയമങ്ങളിൽ ലഘൂകരിച്ച് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇനി മുതൽ പെട്രോൾ പമ്പ് വഴി മണ്ണെണ്ണ വിതരണം ചെയ്യും. അത് മണ്ണെണ്ണ മുക്തമായിട്ടുള്ള 21 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലായിരിക്കും ഇത്തരത്തിൽ പെട്രോൾ പമ്പ് വഴി മണ്ണെണ്ണ ലഭിക്കുക. ഒരു ജില്ലയിലെ 2 പമ്പുകളുടെ അടിസ്ഥാനത്തിൽ 5000 ലിറ്റർ വരെ അതാത് പമ്പുകൾക്ക് മണ്ണെണ്ണ സൂക്ഷിക്കാനുള്ള അനുമതി ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പൊതുമേഖലാ എണ്ണ കമ്പനികൾ നടക്കുന്ന പെട്രോൾ പമ്പുകൾക്ക് മണ്ണെണ്ണ സംരംഭിക്കാനും വിതരണം ചെയ്യാനുള്ള അനുവാദവും എന്തായാലും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ മണ്ണെണ്ണ എന്ന് പറയുന്നത് വലിയ തോതിൽ മലിനീകരണം വർദ്ധിപ്പിക്കുന്ന ഇന്ധനമായതിനാൽ പല സംസ്ഥാനങ്ങളും ഒഴിവാക്കിയിരുന്നു. അങ്ങനെ ഒഴിവാക്കിയ സംസ്ഥാനങ്ങളിലാണ് പെട്രോൾ പമ്പ് വഴി ഒരു ജില്ലയിലെ 2 പെട്രോൾ പമ്പുകൾ വഴി 5000 ലിറ്റർ സൂക്ഷിക്കാനും വിതരണം ചെയ്യാനുള്ള ഒരു അനുമതി ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇത് അടുത്ത 2 മാസത്തെ കാലത്തേക്ക് കുറച്ചെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇന്ധന പ്രതിസന്ധിയിൽ ഒരു അയവ് വരുത്തുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് LPG ഇപ്പോഴും ഈ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് തുടരുന്നത്. കുറച്ചായിട്ടാണെങ്കിൽ പോലും വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ടാങ്കറുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയും മറ്റന്നാളും ഒന്ന് മുംബൈ തീരത്തേക്കും ഒന്ന് ന്യൂ മംഗലൂരു തീരത്തേക്കും 2 കപ്പലുകൾ വീതം എത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 2 കപ്പലുകളുമായി ചേർത്ത് ഏകദേശം 92,000 മെട്രിക് ടൺ LPG ആണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് 18 കപ്പലുകൾ കൂടിയാണ് ഈ ഷാർജ തീരത്ത് ഇപ്പോൾ നങ്കൂരമിട്ട് അനുമതിക്കായി കാത്തു നിൽക്കുന്ന. ഇതും അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറപ്പെടാനുള്ളൊരു അനുമതി, ഹോർമൂസ് കടക്കാനുള്ളൊരു അനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ കേന്ദ്ര സർക്കാരിനുണ്ട്. അതിലൂടെ ഇപ്പോൾ ഈ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു സംഘർഷം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നീണ്ടുപോയാലും ഇന്ത്യക്ക് വലിയ തോതിലുള്ള ആഘാതം ഉണ്ടാകാതെ ആഘാതം കുറച്ചെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നിലവിൽ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഏത് തരത്തിൽ ഈ യുദ്ധം നീണ്ടുപോയാലും അത് ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കാതെ എങ്ങനെയൊക്കെ കടന്നു പോകാമെന്നുള്ള പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്നത് ഈ മണ്ണെണ്ണയെ സംബന്ധിച്ചിട്ടുള്ള പുതിയ തീരുമാനം. എന്തായാലും ഇപ്പോഴും കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. അതാത് സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടികളും കാര്യങ്ങളും എല്ലാം തന്നെ കൈക്കൊണ്ടുവരിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും അവിടെ ബാക്കിയുള്ള കപ്പലുകൾ, LPG ടാങ്കറുകൾ കടത്തിവിടുക എന്നുള്ള കാര്യത്തിലാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ
പുതിയ പരിഷ്കാരങ്ങൾ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവരാൻ ശരി അർജുൻ, ഏതായാലും ഈ പ്രതിസന്ധി മറികടക്കാൻ അല്ലെങ്കിൽ പാചകവാതക ഇന്ധന പ്രതിസന്ധി അതിലെ നിയന്ത്രണങ്ങൾ കുറച്ചെങ്കിലും ലഘൂകരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലിനീകരണം ഉണ്ടാക്കുമെങ്കിലും മണ്ണെണ്ണയ്ക്കുള്ള നിയന്ത്രണം സംസ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയത്, അത് നേരിയ തോതിലെങ്കിലും വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഒരു അസാധാരണമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അസാധാരണമായ തീരുമാനങ്ങളെന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഗ്യാസ് LPG-യുമായി 2 കപ്പലുകൾ വരുന്നു എന്നത് പ്രതീക്ഷയാണ്. നമ്മുടെ ഹോട്ടലുകളൊക്കെ തുറക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിയന്ത്രണങ്ങൾ കുറഞ്ഞ് വിതരണം സുഗമമാകട്ടെ. എനിക്കാണുള്ളത് കേരളത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. അങ്ങനെ കേരളം ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന അവസ്ഥയിൽ നിൽക്കുകയാണ്. കനത്ത തെരഞ്ഞെടുപ്പ് ചൂടാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ കേരളം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ-സ്പോൺസേർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ് കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി ഇന്ന് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല മണ്ഡലങ്ങളിലെ സംയുക്ത സമ്മേളനം രാഹുൽ ഉദ്ഘാടനം ചെയ്യും. പുതുപ്പള്ളി, ഏറ്റുമാനൂർ, കോട്ടയം മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. കൊല്ലത്താണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന ഹോം വോട്ടിംഗ് സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇന്ന് ആരംഭിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ, കോഴിക്കോട് നിന്ന് അനീഷ് ദേവസിയും ചേരുന്നുണ്ട്. ആദ്യം വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാഹുൽ ഗാന്ധി എത്തുകയാണ്. പത്തനംതിട്ടയിൽ മാത്രമല്ല കോട്ടയത്തേക്ക് കൂടി വരുന്നുണ്ട്. 2 ജില്ലകളിൽ കാര്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ, പ്രത്യേകിച്ച് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ആറന്മുള മണ്ഡലമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണത്തിനാണ് രാഹുൽ ഒരുങ്ങുന്നത്. മാത്രമല്ല ഹോം വോട്ടിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പോളിംഗ് ആരംഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീടുകളിലെത്തിയുള്ള വോട്ട് രേഖപ്പെടുത്തലാണെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം ഘട്ടമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വാക്പോരും ഒരു വഴിക്ക്. ഗുഡ് മോർണിംഗ് ഗോകുൽ, ശ്രീനിധി. ഇനി 10ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ കൊണ്ടുപിടിച്ചിട്ടുള്ള പ്രചാരണം മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനായി ഇറങ്ങുന്ന കാഴ്ചയാണ് ഓരോ ഭാഗത്തു നിന്നും ഓരോ മണ്ഡലത്തു നിന്നും കാണാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം വെയിലിൻ്റെ ഒരു ചൂടുള്ളതുകൊണ്ട് ഒരു 10-11 മണിയാകുമ്പോഴേക്കും ആദ്യഘട്ട പ്രചാരണം അവസാനിപ്പിക്കുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റമായി പോകുന്നത്. പിന്നീട് ഗോകുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് കേരളത്തിലേക്ക് ഒരുമിച്ച് എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ നരേന്ദ്രമോദി പാലക്കാടും തൃശ്ശൂരിലും എത്തി. ഇന്നിപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി എത്തുന്നു. പത്തനംതിട്ടയിലും കോട്ടയത്തുമാണ്, ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്തുമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രധാന പ്രചാരണ പരിപാടികൾ. ഒപ്പം ഇപ്പോൾ കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വിഷയങ്ങൾ, അതായത് ഇപ്പോൾ ഡീൽ വിഷയങ്ങളായാലും അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയായാലും ആ വിഷയങ്ങളിലൊക്കെ തന്നെ ഇന്നലെ നരേന്ദ്രമോദി പറയുന്നു. ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തുന്നു. അതിൽ സ്വർണ്ണക്കൊള്ള പ്രതിപാദിക്കാതെ പോകുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം അദ്ദേഹം അഭിപ്രായം പറയുകയും ചെയ്യുന്നു. അപ്പോൾ വികസനത്തിന് ഒരു മോദി ഗ്യാരണ്ടിയാണ് ഇന്നലെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്നുണ്ടെങ്കിൽ അതിന് മറുപടിയായി ഇന്ദിരാ ഗ്യാരണ്ടി ഓൾറെഡി ഉണ്ട്. അതിനപ്പുറമായി ഇന്ന് രാഹുൽ ഗാന്ധി എന്ത് പറയും, എന്ത് രാഷ്ട്രീയമായിരിക്കും കേരളത്തിൽ പറയാൻ പോകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ചാണ്ടി ഉമ്മന് വോട്ട് ചോദിച്ചുകൊണ്ട് അദ്ദേഹം കോട്ടയത്തേക്ക് എത്തുന്നു, ഏറ്റുമാനൂരിലേക്ക് എത്തുന്നു, പുതുപ്പള്ളിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലും എല്ലാ സ്റ്റാർ ക്യാമ്പയിനേഴ്സും കേരളത്തിലേക്ക് ഒത്തൊരുമിച്ച് വരുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടിയുണ്ട്. അപ്പോൾ ഒപ്പം ഈ ഹോം വോട്ടിംഗ് ഉൾപ്പെടെയുള്ളവ ആരംഭിക്കാനും പോവുകയാണ്. അപ്പോൾ ആദ്യഘട്ട പ്രചാരണം കഴിഞ്ഞിരിക്കുന്നു. നമ്മളതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്ന് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് വരുന്നു, പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന് രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെ അദ്ദേഹം പറയാനുള്ള സാധ്യത, രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചു മറിയുകയാണ് കേരളമെന്ന് നിസ്സംശയം പറയാം. ഗോകുൽ, തീർച്ചയായും വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോടിലെ വിശേഷങ്ങൾ, മലബാർ മേഖലയിലെ സമഗ്രമായ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അനീഷ് ദേവസി കൂടി ചേരുന്നുണ്ട്. അനീഷ്, അങ്ങനെ തെരഞ്ഞെടുപ്പ് ഇതാ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നേതാക്കൾ തമ്മിലുള്ള പരസ്യ പ്രതികരണങ്ങളും വാക്പോരുകളും ഒക്കെ സജീവമായി തുടരുകയാണ്. വയനാട് ചൂരന്മല ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീനിധി, ഗുഡ് മോർണിംഗ്. ഏതായാലും കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്.
പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ഏകദേശം 10 ദിവസം മാത്രം അവശേഷിക്കെ എല്ലാ സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. പല സ്ഥാനാർത്ഥികളും ആദ്യഘട്ട പ്രചാരണം അവസാനിപ്പിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ഇത്തവണ ദിവസം കുറവായതുകൊണ്ട് പല സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്താൻ പറ്റിയിരുന്നില്ല എന്നൊരു പരാതി അവർ പറഞ്ഞിരുന്നെങ്കിലും അവർ ആദ്യഘട്ട പ്രചാരണം കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനമായും ദേശീയ നേതാക്കളെ കളത്തിലിറക്കി വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാഴ്ചവെക്കുന്നത്. NDAയ്ക്കായി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരുന്നു. കേരളത്തിൽ പാലക്കാടും തൃശ്ശൂരും ആയിരങ്ങൾ അണിനിരുന്ന റോഡ് ഷോയും മഹാസമ്മേളനവുമാണ് ഇന്നലെ നടന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ടീം UDF-നായി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്. അദ്ദേഹം പത്തനംതിട്ടയിലും കോട്ടയത്തും പ്രചരണം നടത്തും. നാളെ അദ്ദേഹം മലബാർ മേഖലയിൽ എത്തുന്നുണ്ട്. നാളെ കോഴിക്കോട് എത്തുന്ന അദ്ദേഹം നാദാപുരം മണ്ഡലത്തിൽ KM അഭിജിത്തിന്റെ പ്രചാരണത്തിനായി അദ്ദേഹം എത്തും. ആയിരങ്ങൾ അണിനിരക്കുന്ന റോഡ് ഷോയും അതുപോലെ തന്നെ മഹാസമ്മേളനമാണ് കോഴിക്കോട് മേഖലയിലും കാഴ്ചവെക്കുന്നത്. ഏതായാലും മലബാർ മേഖലയെ സംബന്ധിച്ചോളം, കോഴിക്കോടിനെ സംബന്ധിച്ചോളം, ടീം UDF-നെ സംബന്ധിച്ചോളം ഒരു MLA ഇല്ല എന്നൊരു പരാതിയുണ്ട്. 25 വർഷമായി ഒരു കോഴിക്കോട് നിന്നും ഒരു MLA നിയമസഭയിൽ എത്തിയിട്ട് അവസരമായി 2001-ലാണ് കോൺഗ്രസിന്റെ ഒരു MLA നിയമസഭയിൽ എത്തിയത്. ആ ഒരു ചീത്തപ്പേര് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഇത്തവണ കോഴിക്കോട് നിന്ന് എല്ലാ സ്ഥാനാർത്ഥികളും പറയുന്നത് 13 മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. 13 MLA-മാർ ഇത്തവണ ഉണ്ടാവുമെന്ന് പറയുന്നെങ്കിലും ഇവിടുന്ന് ഈ നാണക്കേട് മാറ്റിയെടുക്കാൻ ഏതായാലും 1-2 MLA-മാരെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ടീം UDF. ഏതായാലും ഈ കേരളത്തിലെ ഈ UDF-ന്റെ കരുത്തുറ്റ നേതൃനിരക്കൊപ്പം രാഹുൽ ഗാന്ധിനെ കൂടെ മുൻനിർത്തി വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ടീം UDF. ശരി, അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്നുള്ള. അത് ഈ ഏറ്റവും ഒടുവിൽ ഇന്നലെ ചർച്ചയിൽ ചൂടുപിടിക്കുന്നത് കോൺഗ്രസിന്റെ വീടുകൾ, ഒപ്പം തന്നെ മുണ്ടക്കയിലെ സർക്കാരിന്റെ ടൗൺഷിപ്പ്. ഇതിന്റെ പേരിലാണ് വാക്പോർ ഏറ്റവും സജീവമാകുന്നത്. അതിനിടയിലാണ് അനീഷ് വടക്കൻ കേരളത്തിലെ പ്രചരണത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അജ്മൽ ദിറാറുണ്ട്. അജ്മൽ, SDP-യുടെ വോട്ട് വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യം അതിൽ അങ്ങനെ ഉരുണ്ട് കളിച്ച് അല്ലെങ്കിൽ ഒരു കൃത്യമായ നിലപാട് പറയാതെ വേണോ വേണ്ടയോ വേണ്ടണം എന്ന് പറയുന്ന തരത്തിലൊരു മറുപടിയൊക്കെയായി നേതാക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ചൂണ്ടി തന്നെയാണ് ഡീൽ ആരോപണം ഒരു വശത്ത്, നേമത്ത് വികസനത്തിന്റെ പേരിലുള്ള സംവാദത്തിന്റെ പേരിലുള്ള പോലെ അങ്ങനെ സജീവമാകുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ തെക്കൻ കേരളത്തിലുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രചരണം ഇന്ന് കൊല്ലത്തും. ഗുഡ് മോർണിംഗ്. ഈ തെക്കൻ കേരളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വാർത്താ വിഷയങ്ങളിലേക്ക് നോക്കിയ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇനി ബൂത്തിലേക്ക് കേരളം പോകുന്നതിന് വേണ്ടി കേവലം 10 ദിവസം മാത്രമാണുള്ളത്. ഈ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ പ്രചാരണങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുന്നണികൾ ഉച്ചസ്ഥായിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങളായി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്, ഒന്ന് ഈ പറയുന്നത് പോലെ SDP-യുമായി ബന്ധപ്പെട്ട വോട്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ ഇന്നലെ മുഖ്യമന്ത്രി ആ ചോദ്യങ്ങളോട് ശുഭിതനായി വഴുതി മാറിയെങ്കിലും തിരുവനന്തപുരത്തെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്ന് നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ആ വിഷയത്തോട് പ്രതികരിച്ചത് തങ്ങൾക്ക് ആരുടെയും വോട്ട് വേണ്ട എന്ന് ജനാധിപത്യ സമ്പ്രദായത്തിൽ പറയാനാകില്ലെന്നാണ്. അതോടൊപ്പം തന്നെ CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് ഏതെങ്കിലും പ്രവർത്തകർ, SDP പ്രവർത്തകർ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ എത്തുകയാണെങ്കിൽ അവരുടെ വിരൽ ആ ചിഹ്നത്തിൽ നിന്ന്, ഇടതുപക്ഷത്തിന്റെ ചിഹ്നത്തിൽ നിന്ന് മാറ്റിവെക്കാനാകില്ല. അപ്പോൾ ഇത്തരം വഴുതി മാറുന്ന, നിലപാട് വ്യക്തമാക്കാത്ത പ്രസ്താവനകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ ആയുധമാക്കി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കോൺഗ്രസിനെതിരെ വയനാട് ദുരന്തത്തിലെ തുക തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി ചിലവഴിച്ചു എന്ന ആരോപണം കൂടി ഈ വേളയിൽ ശക്തമാക്കുന്നുണ്ട് ഈ പറയുന്ന ഇടതുപക്ഷം. അതോടൊപ്പം തന്നെ ഈ വിദേശ ഫണ്ട് നിയന്ത്രണ നിയമത്തിലെ ഭേദഗതികൾ കൂടി യഥാർത്ഥത്തിൽ ഈ തെക്കൻ കേരളത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായി മാറുന്നുണ്ട്. പാലടക്കമുള്ള പ്രധാന സീറ്റുകൾ പിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന BJP-ക്കും ഇതൊരു വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ തിരുവനന്തപുരത്തെ ദീപാദാസ് മുൻഷി പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രധാനമന്ത്രിയും BJP-യും പലതും പറയും, പക്ഷേ കേരളത്തിലൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരായ പ്രചാരണങ്ങളും വിമർശനങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വേളയിൽ ഇന്ന് കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയിൽ നിന്നും അതിനൊരു തുടർച്ച കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് രാഹുൽ ഗാന്ധി രാവിലെ അടൂരിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞതിൻ്റെ തുടർച്ചയും, അതോടൊപ്പം തന്നെ ഇന്നലെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി കോൺഗ്രസിനും അതോടൊപ്പം തന്നെ CPM-ഉം ചേർത്ത് വെച്ചുള്ള ഡീൽ ആരോപണങ്ങൾ, ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്, ഇവർ അഴിമതിക്കാരാണ്, ഇവർ അതോടൊപ്പം തന്നെ തീവ്രവാദികളാണ് എന്നൊക്കെ ഉന്നയിച്ച ശക്തമായ ആരോപണങ്ങൾക്കുള്ള മറുപടികൾ കൂടി ഇന്ന് തെക്കൻ കേരളത്തിൽ അടൂരിൽ പത്തനംതിട്ടയിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗോകുൽ. ശരി, അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് തെക്കൻ മേഖലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. ഈ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ ആളാണ് PK ശശിയും താനുമെന്ന് ഡോക്ടർ ശശി തരൂർ MP. രണ്ടുപേരും അതിൽ പരാജയപ്പെട്ടെന്നും ശശി തരൂർ പറഞ്ഞു.
അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അകത്ത് ജനാധിപത്യത്തിന് വേണ്ടി വാദിച്ചു. അദ്ദേഹം നല്ല കഷ്ടപ്പെടുത്തിട്ട് ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചു. ഞാനും എന്റെ പാർട്ടിയുടെ അകത്ത് അത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. രണ്ടാളും ഞങ്ങളുടെ രീതിയിൽ പരാജയപ്പെട്ടു. പക്ഷേ എന്റെ പാർട്ടി എന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കി. അദ്ദേഹത്തിന്റെ പാർട്ടി നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് നമ്മളുടെ അടുത്തേക്ക് അയച്ചു തന്നു. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മാറി വന്നു. ഒറ്റപ്പാലത്തെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PK ശശിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം നടന്ന പൊതുയോഗ ഉദ്ഘാടനം ചെയ്യാനും ശശി തരൂർ. ശ്രീനിധി, ഏതായാലും ഒരുപക്ഷെ ചർച്ചയാവാൻ ആയുധമാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊക്കെ ഒരു ആയുധം കൊടുക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ വരുമ്പോൾ പോലും VD സതീശനെ പോലുള്ളവർ പറയുന്നത് ഇത് കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ തെളിവാണ് എന്നാണ്. പക്ഷേ ശശി തരൂർ പറയുന്നു ജനാധിപത്യത്തിന് വേണ്ടി പാർട്ടിക്കുള്ളിൽ പോരടിച്ചു, പക്ഷെ പരാജയപ്പെട്ടു എന്ന്. പലപ്പോഴും ഇത്തരത്തിൽ ശശി തരൂർ MP പറയുന്ന വാക്കുകളൊക്കെ ഇടയ്ക്കൊക്കെ അതൊരു വിവാദത്തിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഒരു സമയം വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും നമ്മളിനി പോകുന്നത് ഇപ്പോൾ നിലവിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഹോട്ട് ടോപ്പിക്കായ വയനാട്ടിലേക്കാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം പ്രചാരണ വിഷയമാക്കി മുന്നണികൾ. മഴക്കാലം തുടങ്ങും മുമ്പ് തയ്യാറാകുമെന്ന് പറഞ്ഞ വീടെവിടെയെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യം. ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന ചോദ്യമാണ് CPIM ഉയർത്തുന്നത്. കോടമഞ്ഞിൻകുളിരുള്ള വയനാട്ടിൽ ഇപ്പോൾ നീറിപ്പുകയുന്ന വിവാദം ടൗൺഷിപ്പാണ്. പ്രധാന മുന്നണികളുടെ ടൗൺഷിപ്പ് പദ്ധതികൾ കുടികൊള്ളുന്ന കൽപ്പറ്റ മണ്ഡലത്തിൽ പ്രചാരണത്തിന് ചൂടുപിടിപ്പിക്കാൻ ടൗൺഷിപ്പുകളല്ലാതെ മറ്റെന്തുണ്ട് പാരിൽ? അങ്ങനെയാണെങ്കിൽ തുടക്കമിടാൻ റവന്യൂ മന്ത്രിയാണ് നല്ലത്. ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വെക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. മാസം 1 കഴിഞ്ഞു. സർക്കാർ ടൗൺഷിപ്പിൽ ജോലികൾ ഇനിയും പൂർത്തിയാകാനുണ്ടെങ്കിലും ദുരന്തബാധിതർക്ക് പരാതിയൊന്നുമില്ലാത്തതിനാൽ LDF സേഫ്. ടൗൺഷിപ്പിൽ വീടുകളുടെ 178 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതാണ്. നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ വിഷുവിന് മുമ്പായി തന്നെ അവർക്ക് താമസിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ കൈമാറും. കഴിഞ്ഞില്ല, ഇനി വിമർശനത്തിനുള്ള സമയമാണ്. ഇത് 19/3/2026 പഞ്ചായത്ത് സെക്രട്ടറി വിവരാവകാശ നിയമപ്രകാരം നൽകിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അവിടെ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ യാതൊരുവിധ അപേക്ഷയും പഞ്ചായത്തിൽ ഇന്ന് വരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഈ വിവരാവകാശ പ്രകാരം പറയുന്നത്. പിന്നെ പ്രതിഷേധമായി, സമരമായി, മുളയായി, കുടിലായി, ആകെ ബഹളം. അടിച്ചോടിക്കവർക്ക് ഞങ്ങളുടെ സ്ഥലമാണ്, നമ്മുടെ വീടിന്റെ അകത്ത് വന്ന് നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടില് കെട്ടി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കൂലേ? ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടില് കെട്ടി സമരം ചെയ്താൽ അവിടെ അടിച്ചോടിക്കും. അതിത്തിരി കൂടിപ്പോയില്ലേ? DYFI നടത്തുന്ന പ്രതീകാത്മക കുടിൽകെട്ടൽ സമരവും കോൺഗ്രസിന് ഭവന പദ്ധതി സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറാനുള്ള അവരുടെ നീക്കവും വെറും സമരാഭാസം മാത്രമാണ്. പക്ഷെ കോൺഗ്രസ് പദ്ധതിക്കായി സ്വരുക്കൂട്ടിയ പണം എവിടെയെന്ന ചോദ്യമുണ്ട്. അല്ല, കോൺഗ്രസിന്റെ വീടുകൾ എപ്പോൾ പൂർത്തിയാകും? 100% നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനകത്ത് എല്ലാ രീതിയിലുള്ള അനുമതികൾ ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കും. കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടുകളും നമ്മൾ കൊടുക്കും. ആ ഭവന പദ്ധതി നമ്മൾ പൂർത്തീകരിക്കും. UDF സ്ഥാനാർത്ഥിയും പറയുന്നത് അതുതന്നെ. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യമുള്ള മറുപടി. ഞങ്ങൾ തറക്കല്ലിട്ടു. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള നിർമ്മാൺ കമ്പനിയെ തന്നെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ബ്ലോക്ക് തിരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അവിടെ കിണർ ഒഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തി. എല്ലാ നടപടികളും പുരോഗമിക്കുകയാണ്. 6-7 മാസം കൊണ്ട് ഫസ്റ്റ് ഫേസ് വീട് നിർമ്മാണവും കോൺഗ്രസിന്റെ പൂർത്തീകരിക്കും. മുസ്ലിം ലീഗ് നിർമ്മിച്ച ആദ്യഘട്ട വീടുകൾ പൂർത്തിയായതുകൊണ്ട് തന്നെ UDFും സേഫ്. കഴിഞ്ഞില്ല, പുറകെയുണ്ട് BJP ജില്ലാ പ്രസിഡന്റ് കൂടിയായ NDA സ്ഥാനാർത്ഥിയുടെ വിമർശനം. മഹാരാഷ്ട്ര ഗവൺമെൻറ് 10 കോടി രൂപ കൊടുത്തു, ഉത്തർപ്രദേശ് ഗവൺമെൻറ് 10 കോടി രൂപ കൊടുത്തു, ഛത്തീസ്ഗഡ് ഗവൺമെൻറ് 5 കോടി കൊടുത്തു. ഇതൊക്കെ എപ്പോൾ കൊടുത്തു? ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കൊടുത്തു. അതൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ടൗൺഷിപ്പ് എന്ന് പറയുന്ന ശുദ്ധ തട്ടിപ്പ്. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയോ? എന്നാൽ ജനങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനുമില്ല.
കൽപ്പറ്റ മണ്ഡലം ആർക്കൊപ്പമാണെന്നറിയാൻ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. രാജ്യത്തെ വ്യാജ ബോംബ് ഭീഷണികളിൽ മൈസൂരു സ്വദേശി ശ്രീനിവാസ് ലൂയിസ് അറസ്റ്റിൽ. മൈസൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഇയാളെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ 1100-ലധികം ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ഇയാൾ അയച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരനാണ് ചേർന്നത്. അർജുൻ, നിരവധി വ്യാജ സന്ദേശങ്ങളാണ് ഇയാൾ അയച്ചതെന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീനിധി, ഗോകുൽ, കഴിഞ്ഞ ദിവസമാണ് ഡൽഹി പോലീസ് മൈസൂരുവിലെത്തി ഈ ശ്രീനിവാസ് ലൂയിസിനെ അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല അയാളെ ഒരു പ്രാഥമികഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനിടയിലാണ് ഇയാൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്കിടയിൽ 1100-ലധികം വ്യാജ ഇമെയിൽ സന്ദേശങ്ങളാണ് അയച്ചത് എന്നുള്ള കാര്യം കുറ്റസമ്മതമായി നടത്തിയിരിക്കുന്നത്. ഇയാൾക്ക് ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ ഇമെയിലുകൾ, ഈ ഭീഷണി സന്ദേശങ്ങൾ അയച്ചു, അത് ആർക്കെങ്കിലും വേണ്ടിയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക ഡൽഹിയിലെത്തി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് ഇപ്പോൾ നമുക്ക് തരുന്ന വിവരം. ഡൽഹി പാർലമെന്റിനും അതുപോലെ ഹൈക്കോടതിക്കും ഡൽഹി നിയമസഭയ്ക്കും ഉൾപ്പെടെ വലിയ തോതിൽ, ഡൽഹിയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഈ ബോംബ് ഭീഷണി സന്ദേശം കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നുണ്ട്. സ്കൂളുകളിലേക്കൊക്കെ വരുന്നത് വലിയ തോതിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കേണ്ട അവസ്ഥയും പോലീസ് നിരന്തരം എത്തി അവിടെ പരിശോധന നടത്തേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഈ സ്കൂളുകൾ മാത്രമല്ല വിമാനത്താവളങ്ങളിൽ അടക്കം, അതുപോലെ തന്നെ പല സർക്കാർ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തോതിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളുടെ ഒരു വലിയ തോതിലുള്ള പ്രശ്നം ഈ ഒരു ഭീഷണി സന്ദേശങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതിന് പിന്നാലെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ഒരു പരാതി സൈബർ പോലീസിനും അതുപോലെ തന്നെ ഡൽഹി പോലീസിനും നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം ആരംഭിച്ചതും സൈബർ തലത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും അന്വേഷണം നടന്ന് ഈ മൈസൂരിലെ പ്രതിയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇയാളുടെ പക്കൽ നിന്നും സിം കാർഡുകളുടെ വലിയൊരു ശേഖരം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവയടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുക ഇവിടെ ഡൽഹിയിൽ എത്തിച്ച ശേഷമായിരിക്കും. അതിനുശേഷം മറ്റ് നടപടികളെ കുറിച്ച് ചിന്തിക്കുകയും നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാളെ ഡൽഹി പോലീസ് മാത്രമായിരിക്കും ചോദ്യം ചെയ്യുക, അതല്ല മറ്റ് അന്വേഷണ ഏജൻസികൾ കൂടി ചോദ്യം ചെയ്യും. കാരണം വലിയ വ്യാപ്തിയാണ് ഈ ഭീഷണി സന്ദേശങ്ങൾക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതും പലയിടങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും എല്ലാം കേന്ദ്രങ്ങളും എയർപോർട്ടുകളും പാർലമെന്റും കേന്ദ്രീകരിച്ചടക്കം ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. പലതും ഖാലിസ്ഥാനി എന്നുള്ള ടാഗുകൾ കൂടി ഉണ്ടായിരുന്നു ആ ഒരു ഭീഷണി സന്ദേശങ്ങളെല്ലാം തന്നെ. അത് പഞ്ചാബ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, തെക്കേ ഇന്ത്യയിലടക്കം പലയിടങ്ങളിലും ഇതേ രീതിയിലുള്ള ഒരേ പാറ്റേണിലുള്ള ഭീഷണി സന്ദേശങ്ങളാണ് എത്തിയത്. എന്തായാലും ആ ഭീഷണി സന്ദേശങ്ങൾക്ക് പിന്നിലുള്ള ആളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതാണ് ഡൽഹിയിൽ എത്തിയ ശേഷം പ്രധാനപ്പെട്ടും അവർ നടത്താൻ പോകുന്ന കാര്യം. ശരി, എന്തായാലും 1100-ലധികം വ്യാജ ബോംബ് ഭീഷണി എന്ന് പറയുമ്പോൾ വരും മണിക്കൂറിൽ ചോദ്യം ചെയ്യലിനോടൊപ്പം തന്നെ എന്താണ് ഇത്തരത്തിലൊരു സന്ദേശം അയക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശങ്കയുണ്ടാക്കി. അതിലേറെ പല സേനകളെ, പോലീസ് അടക്കം ഇങ്ങനെ ഒരു സന്ദേശം വരുമ്പോൾ അവരെല്ലാം അവരുടെ സമയം മെനക്കെടുത്തലാണ്. ക്രിയാത്മകമായി ഉപയോഗിക്കേണ്ട അവരുടെ സമയത്തെ വെറും ഒരു വ്യാജ സന്ദേശത്തിന്റെ പുറത്ത്, എവിടെയോ ഇരുന്ന് ഇയാൾ അയച്ച സന്ദേശങ്ങളുടെ പുറത്ത് എത്രയോ പേരുടെ അധ്വാനമാണ് വെറുതെ ആയത്. അങ്ങനെ വലിയ മെനക്കേടുണ്ടാക്കിയ ആളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സസ് സമരം 3-ാം ദിവസവും തുടരുകയാണ്. സംസ്ഥാനത്തെ 23 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന ശമ്പളം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നത്. ഇന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും ആശുപത്രി മാനേജ്മെന്റിനെയും ലേബർ കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അനീഷ് ദേവസിയാണ് ചേരുന്നത്. അനീഷ്, ഇന്നിതാ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സമരം ഇന്നിതാ 3-ാം ദിവസവും തുടരുന്ന സാഹചര്യം കൂടിയാണ്. ഗുഡ് മോർണിംഗ് ശ്രീനിധി. ഏതായാലും ഈ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുമുള്ള സമരം 3-ാം ദിവസം തുടരുകയാണ്. സംസ്ഥാനത്തെ 23 ആശുപത്രിയിലെ നഴ്സുമാരാണ് അനിശ്ചിതകാല സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കോഴിക്കോട് ജില്ലയിലെ 7 ആശുപത്രിയിലെ നഴ്സുമാരാണ് സമരത്തിന്റെ മുൻപിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ നഴ്സുമാരുടെ സംഘടനയായ UNAയും പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റും തമ്മിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും സമരവുമായി നഴ്സുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. നഴ്സുമാരുടെ പ്രധാന ആവശ്യം, ഇപ്പം നിലവിൽ അവരുടെ മിനിമം വേതനം 24,400 രൂപയാണ്. അത് 40,000 രൂപയാക്കി ഉയർത്തുക, അതുപോലെ തന്നെ ഡ്യൂട്ടി ഷിഫ്റ്റിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളാണ് നഴ്സുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നഴ്സുമാർ സമരത്തിന് ഇറങ്ങിയതോടെ പല ആശുപത്രികളിലും പ്രവർത്തനം മന്ദഗതിയിലായിട്ടുണ്ട്. എങ്കിലും കുറച്ച് നഴ്സുമാർ ഡ്യൂട്ടിയിൽ ഉള്ളതിനാൽ തന്നെ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതലും നിലച്ചിട്ടില്ല. പ്രധാനമായും ഈ കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ ആശുപത്രിയിലെ പ്രവർത്തനമാണ് മന്ദഗതിയിലായിരിക്കുന്നത്. കാരണം ഈ ജില്ലകളിലാണ് കൂടുതലും ആശുപത്രികൾ ഈ നഴ്സുമാരുടെ ആവശ്യത്തോട് അംഗീകരിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നത്. ഏതായാലും ഇന്ന് ഈ തൊഴിൽ വകുപ്പിന്റെ ഒരു ചർച്ച UNAയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്. ഈ ചർച്ചയിൽ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് UNAയുടെ
അവർ പ്രതീക്ഷിക്കുന്നത്. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം വീണ്ടും ശക്തമാക്കാനാണ് നഴ്സുമാരുടെ സംഘടനയായ UNA തീരുമാനം. ശ്രീനിധി, എന്തായാലും ഇന്ന് വിളിച്ച ചർച്ചയിൽ ഒരു സമവായം ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണ അതായത് ഹൈക്കോടതിയുടെ മീഡിയേഷൻ റൂമിൽ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ച് ചർച്ച നടത്തിയിട്ടും ഫലം കാണാതെ പോയതാണ്. ലേബർ കമ്മീഷണർ വിളിക്കുന്ന ചർച്ചയിലെങ്കിലും ആശുപത്രി മാനേജ്മെന്റുകൾ കുറച്ചുകൂടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന പ്രതീക്ഷ. 23 ആശുപത്രികൾ മാത്രമാണ്, മറ്റ് പലയിടത്തും നൂറുകണക്കിന് ആശുപത്രികൾ അവരുമായിട്ട് കരാറിലെത്തി, നഴ്സസുമായിട്ട് UNA കരാറിലെത്തുകയും ആ സമരമില്ലാതെ അവിടെയൊക്കെ സുഗമമായി പോവുകയും ചെയ്യുന്നു. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഒഴിവാകട്ടെ, നഴ്സസിന് മാലാഖമാർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ശമ്പളവും ലഭിക്കട്ടെ. ഇനി പാലക്കാടിലെ ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ജോലി വാഗ്ദാനം നൽകി പരിചയപ്പെട്ട ശേഷം താമസ സ്ഥലത്തെത്തി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ബലാത്സംഗം, SC/ST പീഡന നിരോധന നിയമം എന്നീ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറായ പ്രശോഭ് രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളുമായുള്ള തന്റെ അടുത്ത ബന്ധം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഇനി നമ്മുടെ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വീണ്ടും പോയാൽ മണ്ഡലം ചുറ്റും മഹിളകൾ അവർ എവിടെയാണ് എത്തിയിരിക്കുന്നത് നോക്കാം. കാണാം മണ്ഡലം ചുറ്റും മഹിളകൾ. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. co-sponsored by ആഘോഷങ്ങൾ നടക്കട്ടെ, വോക്കൊരു പ്ലസ്, കല്യാൺ ഹോംസ്, ഒന്നായി ജീവിക്കാം നന്നായി ജീവിക്കാം. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് മട്ടന്നൂരിലെ ഓട്ടോ ഡ്രൈവർമാരും യാത്രക്കാരും പറയുകയാണ്. മണ്ഡലത്തിൽ ജയമാർക്ക് സംസ്ഥാനത്ത് ഭരണമാറ്റമോ തുടർ ഭരണമോ? മണ്ഡലം ചുറ്റും മഹിളകളിൽ അനുജ രാജേഷും സ്മിത ഹരിദാസും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ്. മട്ടന്നൂർ മണ്ഡലമാണ്. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ ശരിക്കും പണ്ട് മുതലേ ഇടത് കോട്ട എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. അപ്പൊ ഇവിടത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്, പ്രചാരണങ്ങൾ എങ്ങനെ, നമുക്ക് ഈ ഓട്ടോക്കാരോട് ചോദിച്ചാൽ അവർക്ക് ഈ പൾസ് അറിയാൻ പറ്റുമല്ലോ മണ്ഡലത്തിന്റെ. അവരോടൊന്ന് ചോദിച്ചേക്കാലോ ചേട്ടന്മാരോട്. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇക്കുറി എന്ന് വെച്ചാൽ ഇത്തവണത്തെ മത്സരം കടുത്തതാണോ അതോ നിങ്ങൾക്ക് ഉറപ്പാണോ? അതിൽ ആരുടെ വിജയം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇടതുപക്ഷത്തിന്റെ വിജയം ഉണ്ടാകും തന്നെ എൻ്റെ ഒരു അഭിപ്രായം. ഭരണമാറ്റം ആവശ്യമാണ്. അതായത് സർക്കാരാണോ അതോ മണ്ഡലത്തിലാണോ? മണ്ഡലം മൊത്തം ഗവൺമെന്റ് മാറണമെന്നില്ല. നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്താണ്? നമ്മള് ചന്ദ്രനായിട്ട് വരണമെന്നാണ് ആഗ്രഹം. നമ്മള് സനോജ് വരണമെന്നോ? സനോജ് വരും. അല്ല, ഒരു വികസനവും വന്നില്ല എന്നാ ചേട്ടൻ പറഞ്ഞു. പൊതുവെ കുറവാണ് മട്ടന്നൂർ. മാറ്റം വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മാറ്റം വരണമെന്നാണ്. സർക്കാരിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മട്ടന്നൂരിൽ ഒരു വികസനം ഇല്ലാണ്ട് ഇങ്ങനെ മുരടിച്ചു പോകുന്ന കൊല്ലം മട്ടന്നൂർ. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഒരു മാറ്റം വരണോ? മാറ്റം ഒരുപാട് LDF വരുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ ശൈല ടീച്ചർ പേരാവൂരേക്ക് പോയതുകൊണ്ട് സങ്കടമുണ്ടോ ചോദിച്ചില്ലേ? ടീച്ചർ പോയാൽ സന്തോഷം നമുക്ക്. എന്താ അറിയോ, പേരാവൂർ മണ്ഡലം പിടിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചതാ ടീച്ചറാ. ഇപ്പൊ ടീച്ചർ പേരാവൂർ മണ്ഡലം പിടിച്ച് അടുത്ത നിയമസഭയിലെ ഏറ്റവും കരുത്തയായ ഒരു മന്ത്രിയും കൂടി ആയിരിക്കും. ശൈല ടീച്ചർ ഇവിടെ ജയിക്കും, ഇവിടെ സനോജ് ജയിക്കും. മൂന്നാമതൊരു ഭരണം പിണറായിയുടെ നേതൃത്വത്തിൽ വരും. ചേച്ചി മട്ടന്നൂരുകാരിയാണോ? എനിക്ക് നമ്മുടെ ഷനോജിനാണ് നമ്മള് ഏറ്റവും നല്ല ഇടതുമുന്നണി വന്നതിന് ശേഷം 2 വർഷം ഭരിച്ചു. ഇത്രയും നല്ല ഒരു ഭരണമായിട്ടിരുന്നു. നിങ്ങൾ കുറച്ച് യുവാക്കളാണല്ലോ അല്ലേ? അപ്പൊ ഇത്തവണ ഒരു യുവാവാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായ DYFI നേതാവാണ് അല്ലേ? അപ്പൊ ചാനലിലൊക്കെ ചർച്ചകളിലൊക്കെ തീപ്പൊരി ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളുടെ സാന്നിധ്യം നിയമസഭയിൽ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും മട്ടന്നൂരിലെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മട്ടന്നൂരിൽ മറ്റെന്തെങ്കിലും ഒരു റിസൾട്ട് ആരും പ്രതീക്ഷിക്കുന്നില്ല. വലിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ട് ചെയ്യുന്ന എവിടെയാണ്? വോട്ട് ചെയ്യുന്ന മട്ടന്നൂരാണ്. വോട്ട് ചെയ്യാറുണ്ടല്ലോ എല്ലാ തവണയും? ഇത്തവണയും ചെയ്യുമല്ലോ. മാറണോ? MLA ഇപ്പൊ വേറെ പുതിയ ആള് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ ആ MLA ആരാ വരണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നവർക്ക് നല്ല സർക്കാർ മോശമൊന്നുമില്ല. ഇല്ല. അപ്പൊ നമ്മളെ ലോട്ടറി ചെറിയൊരു ഇതോ ഇല്ലോ വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ മട്ടന്നൂരുകാരുടെ അഭിപ്രായങ്ങൾ അങ്ങനെയാണ്. ഇനി പട്ടാമ്പിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പട്ടാമ്പിയിൽ CPIയിൽ ഒരു തർക്കവുമില്ലെന്നും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തുമെന്നും LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ. വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മുഹമ്മദ് മുഹസിൻ 24നോട് പറഞ്ഞു. തുടർച്ചയായി 3 തവണ പട്ടാമ്പി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് ജനവിധി തേടുകയാണ് മുഹമ്മദ് മുഹസിൻ. സിറ്റിംഗ് MLA കൂടിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 3-ാം തവണയാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടാൻ പോകുന്നത്. എങ്ങനെയുണ്ട് പട്ടാമ്പിയിലെ പ്രതീക്ഷകൾ? നല്ല പ്രതീക്ഷയാണ്. കാരണം എൻ്റെ സ്വന്തം ആളുകളല്ലേ, ഞാൻ ആ കൂട്ടത്തിലൊരാളാണ്. അതുകൊണ്ട് തന്നെ വേറെ പ്രതീക്ഷയ്ക്ക് മങ്ങലൊന്നും ഏൽക്കുന്ന ഒന്നുമില്ല. വളരെ പോസിറ്റീവാണ്. ഈ മണ്ഡലം മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വീണ്ടും നിലനിർത്തുമെന്ന് തന്നെയാണോ? ഒരു സംശയമില്ല, ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരുന്നു, അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ EDയും മറ്റൊന്നും ചോദ്യം ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അത്തരത്തിൽ ആ പ്രസംഗത്തോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? നല്ല കൃത്യമായ അജണ്ടയുമായിട്ടാണ് ഇപ്പോൾ 24 വന്നിട്ടുള്ളത്. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ഞാനുള്ളത്. സ്റ്റേറ്റ് ലെവലിൽ ഒരു തർക്കം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കൃത്യമാണ്. നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായി എപ്പോഴും നിരന്തരമായിട്ടുള്ള യുദ്ധത്തിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ MLAമാരടക്കം കേരളത്തിന് ആവശ്യപ്പെട്ട പണം ലഭ്യമാകാത്തതിൻ്റെ പേരിൽ സമരം ചെയ്യണം. സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് പെൻഷൻ മുടങ്ങണം, ലൈഫ് മുടങ്ങണം, അതുപോലെ പദ്ധതികൾ മുടങ്ങണം എന്ന് കരുതുന്ന കേന്ദ്രം ഇത്രയും ഞെക്കിപ്പിഴിയുമ്പോൾ പിന്നെ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. പിന്നെ പട്ടാമ്പി മണ്ഡലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മനോരമ ചാനലും വന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ഉത്തരം പറയുന്നത് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ലെവലിൽ ഇത്തരത്തിലുള്ള തർക്കത്തിലേക്ക് പോകാതെ തന്നെ പട്ടാമ്പി മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്തരം വിവാദങ്ങളിലേക്ക് കടക്കാത്തത്. പാലക്കാട് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ CPIയിൽ ഇപ്പോൾ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടേറെ വിവാദങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ മണ്ണാർക്കാട് മണ്ഡലം പേയ്മെൻറ്റ് സീറ്റാണെന്ന് വന്നിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലാതെ മറ്റു പേരുകൾ ഇവിടെ പരിഗണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ CPIയിലെ ഭിന്നത അല്ലെങ്കിൽ തർക്കമൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ട് അത് ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു. ഒറ്റക്കെട്ടായിട്ട് ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ആ പ്രവർത്തനങ്ങളിൽ യാതൊരു തർക്കവുമില്ല, യാതൊരു ഇതുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അത്തരം ചോദ്യങ്ങൾക്ക് പോലും പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മികച്ച ഭൂരിപക്ഷത്തിൽ പട്ടാമ്പി മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് യുവ MLA കൂടിയായ മുഹമ്മദ് മുഹസിനും അതേപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയുമായ മുഹമ്മദ് മുഹസിൻ നമ്മളോട് പറയുന്നത്. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. പട്ടാമ്പിയിലെ കോൺഗ്രസിൽ തർക്കങ്ങളില്ലെന്ന് UDF സ്ഥാനാർത്ഥി TP ഷാജി. കഴിഞ്ഞ 10 വർഷമായി വികസന മുരടിപ്പ് നേരിടുന്ന പട്ടാമ്പിയിൽ ഇത്തവണ മാറ്റമുണ്ടാകും. UDF വിജയിക്കുമെന്നും TP ഷാജി 24നോട് പറഞ്ഞു. എങ്ങനെയുണ്ട് പട്ടാമ്പിയിലെ പ്രതീക്ഷകൾ? തിരിച്ചു പിടിക്കുമോ? വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം പ്രവർത്തിക്കാൻ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും എല്ലാ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറണം എന്നുള്ള ചിന്ത ജനങ്ങൾക്കുണ്ട്. ആയതുകൊണ്ട് തന്നെ ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് പട്ടാമ്പി നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് പരിപൂർണമായി പ്രതീക്ഷിക്കുന്നത്. സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾ വന്നിരുന്നു. അതായത് ഇപ്പോൾ റിയാസ് മുക്കോളിയെ പരിഗണിച്ചിരുന്നു. അവസാന നിമിഷം അങ്ങയുടെ പേരാണ് വന്നത്. ഐക്യകണ്ഠേനമായി അങ്ങയുടെ പേര് തീരുമാനിക്കപ്പെട്ടു. അപ്പോൾ അത്തരത്തിലൊരു ഭിന്നതയൊക്കെ വന്നിരുന്നു. അതെല്ലാം പരിഹരിക്കപ്പെട്ടോ കോൺഗ്രസിനകത്തുണ്ടായോട്? വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പല തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവാറുണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് 2-3 പേരുകളും വരാറുണ്ട്. അതിൽ AICCക്ക് അല്ലെങ്കിൽ KPCC അടക്കമുള്ള നേതാക്കൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഒരു ഏക പേരിലേക്ക് എത്തുന്നത്. ആ പേരിലേക്ക് എത്തുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് കോൺഗ്രസിൻ്റെ UDFൻ്റെ സംസ്ഥാന നേതൃത്വം അതിലിടപെട്ട് അത് പരിപൂർണമായി പരിഹരിച്ചു എന്ന് മാത്രമല്ല, റിയാസ് മുക്കോളി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ കൂടെ വളരെ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ 3-ാം വട്ടവും എതിർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സിറ്റിംഗ് MLA ആയ മുഹമ്മദ് മുഹസിൻ തന്നെയാണ് എതിർ സ്ഥാനാർത്ഥി. അതെങ്ങനെ നോക്കിക്കാണുന്നു? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തകരൊക്കെ മുന്നോട്ട് വരുന്നത്. സ്വാഭാവികമായും അതിൽ ഒരു സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ ഒരു മുന്നണി എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എത്ര വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളാണെങ്കിലും
അവരെ മാറ്റി നിർത്തിയാൽ മാത്രമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു ഭരണം നേടാൻ സാധിക്കൂ, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഭരണത്തിൽ വരാൻ സാധിക്കുള്ളൂ. പട്ടാമ്പിയിൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി നമ്മളോട് പങ്കുവെക്കുന്നത്. രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. കേരളത്തിൽ തീവ്രവാദ ശക്തികളെ എന്നും പാലൂട്ടി വളർത്തുന്നത് CPIM എന്ന് ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 24-നോട്. PDPയെയും SDPയെയും തോളത്തുകയറ്റി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണെന്നും CPIM ശ്രമമെന്നും വിമർശനം. ഡീൽ വിഷയമാണോ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്നും വികസനത്തെക്കുറിച്ച് എന്താണ് മിണ്ടാത്തതെന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു. 24 ഗ്രൗണ്ട് സീറോയിലായിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. കാണാം തനേഷ് തമ്പി തയ്യാറാക്കിയ റിപ്പോർട്ട്. ആറന്മുള നിയോജക മണ്ഡലത്തിലാണ് ഗ്രൗണ്ട് സീറോ. ഇപ്പോൾ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ് നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് ആറന്മുളയിലെ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? നല്ല ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. LDF UDF ജനങ്ങളിൽ നിന്നും വളരെയേറെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പം വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഡീലുകളുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പുതിയ ആരോപണമായി വന്നിരിക്കുന്നത് CPIയും SDPയും തമ്മിൽ ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഇവിടുത്തെ തീവ്രവാദ ശക്തികളെ എന്നും പാലൂട്ടി വളർത്തിയിരിക്കുന്ന CPM ആണ്. പല വർഗീയ സംഘർഷങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, കേരളത്തിൽ വർഗീയത വളർത്തുന്ന കാര്യത്തിൽ CPMന് വലിയൊരു പങ്കുണ്ട്. അബ്ദുൽ നാസർ അതിന് ജയിലിൽ കിടക്കുകയാണ്, ദേശദ്രോഹ കുറ്റത്തിനാണ്. ആ PDPയെ തോളത്ത് കയറ്റി SDPയെ വേറൊരു വശത്ത് കയറ്റി ഇങ്ങനെ രണ്ടു കൂട്ടരെയും ഏത് തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ സന്ദർഭത്തിൽ അവരെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും വിജയിക്കും. NDA തോൽപ്പിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ജമാഅത്തെ ഇസ്ലാമിക്കും SDPയ്ക്കും CPMനും കോൺഗ്രസിനും വേറൊരു അജണ്ടയില്ല. കേരളത്തിലെ വികസനത്തെക്കുറിച്ചല്ല അവർ സംസാരിക്കുന്നത്. ഇപ്പം തന്നെ ഡീല് വിഷയം പറയുന്നു. ഈ ഡീല് വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ വികസനത്തെക്കുറിച്ച് എന്താ ഇവരാരും ചർച്ച ചെയ്യാതെ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉണ്ടായിരുന്നത് സ്വർണ്ണക്കൊള്ള കേസാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന അത്ര തീവ്രതയോടുകൂടി ആ ആരോപണം ഇപ്പോൾ ഉയരുന്നില്ല. UDF ആകട്ടെ NDA ആകട്ടെ, എന്തുകൊണ്ടായിരിക്കും അത്? അല്ല, ഞാൻ ഇവിടെ വളരെ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, വികസിത കേരളം NDA മുന്നോട്ടേക്ക് വെക്കുന്നതാണ്. 2, വിശ്വാസ സംരക്ഷണം. 3, സുരക്ഷിത കേരളം. ഈ 3ഉം ഇവിടുത്തെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് കൈകാര്യം ചെയ്തത്. ഈ 3 പ്രശ്നങ്ങളും ഗൗരവമുള്ളതാണ്. ഇപ്പോൾ 2016 നിയമം കിട്ടിയത് 2021 ആയപ്പോഴേക്കും അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് CPIM അന്ന് വലിയ രീതിയിൽ പറഞ്ഞിരുന്നത്. ഇപ്പം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് 2026. അപ്പം എന്താണ് BJPയുടെ സംസ്ഥാനത്തെ സാധ്യത? സാധ്യത വളരെയേറെ ഉണ്ട്. 140 നിയോജക മണ്ഡലത്തിലും വൻ കുതിപ്പുണ്ടായിട്ടുണ്ട്. LDFും UDFും മതിയായി എന്ന് ജനങ്ങൾ തന്നെ പറയുകയാണ്. കാരണം കേരളം രക്ഷപ്പെടണം, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണം, കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പിലാകുകയും കേരളം ഉയരുകയും വളരുകയും വികസിക്കുകയും ചെയ്യണം എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും. ശരി, ആയിക്കോട്ടെ. ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്ക്, അയൽനാട്ടിലേക്ക് പോവുകയാണ്. അവിടെയും തെരഞ്ഞെടുപ്പ് ആവേശമാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു DMK. മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് പത്രിക പുറത്തിറക്കിയത്. ആദായ നികുതി അടയ്ക്കാത്ത സ്ത്രീകൾക്ക് ഇലക്ട്രിക് വീട്ടുപകരണങ്ങൾ വാങ്ങാൻ 8,000 രൂപയുടെ കൂപ്പൺ നൽകുന്നതാണ് പത്രികയിലെ പ്രധാന വാഗ്ദാനം. നിലവിലുള്ള ക്ഷേമ പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കുമെന്നും വാഗ്ദാനമുണ്ട്. 1,31,00,000 സഹോദരികൾ പെറ്റുവരും ഉரிமை தொகையை ഇനി 2,000 രൂപയാக ഉയർത്തി വഴങ്ങും. സ്ത്രീകൾക്കുള്ള ക്ഷേമ പദ്ധതികൾ തന്നെയാണ് പ്രകടന പത്രികയിലെ ഹൈലൈറ്റ്. 2 കോടിയോളം സ്ത്രീകൾക്ക് ഗുണകരമാകുന്നത് ഇല്ലത്തരസി എന്ന് പേരിട്ട പദ്ധതി. വീട്ടിലേക്ക് ഇലക്ട്രിക് ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനോ നിലവിലുള്ളവ മാറ്റുന്നതിനോ 8,000 രൂപയുടെ കൂപ്പൺ നൽകുന്നതാണ് പദ്ധതി. സൗജന്യം നൽകുകയല്ലെന്നും സാധാരണക്കാരുടെ ആസ്തി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും കനിമൊഴി MP. We started our work much earlier. We've consulted experts, we've met people, we've spoken to them, we've taken feedback from the people, and the Chief Minister has been very clear that what is possible. സ്കൂളുകളിൽ 5ാം ക്ലാസ് വരെ നടപ്പാക്കിയിരുന്ന പ്രഭാത ഭക്ഷണ പദ്ധതി 8ാം ക്ലാസ് വരെ വ്യാപിപ്പിക്കും. സ്ത്രീകൾക്ക് പ്രതിമാസം നൽകിയിരുന്ന 1,000 രൂപ 2,000 ആക്കി ഉയർത്തി. പഠനം കഴിഞ്ഞും ജോലി ലഭിക്കാത്തവർക്ക് നൽകിയിരുന്ന 1,000 രൂപ സ്റ്റൈഫൻഡ് 1,500 രൂപയാക്കും. പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും പെൻഷൻ 2,000 രൂപയാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്തെ സഹായത്തുക 9,000 രൂപയാക്കും. കർഷകർക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കും തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. 24 ചെന്നൈ.
പശ്ചിമബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി അസമിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ദിവസം അസമിൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. അതേസമയം പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ റാലി ഏപ്രിൽ 5 നടക്കും. BJP പ്രകടന പത്രികയും അന്ന് തന്നെ പുറത്തിറക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് ഇന്ന് പെരമ്പൂർ മണ്ഡലത്തിൽ പത്രിക നൽകും. ഉച്ചയ്ക്ക് 12 മണിയോടെ പത്രിക നൽകുമെന്നാണ് സൂചന. തുടർന്ന് കൊളത്തൂർ, വില്ലിവാക്കം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണത്തിലും വിജയ് പങ്കെടുക്കും. 2 മണിക്ക് പെരമ്പൂരിൽ നടക്കുന്ന റാലിയിലും വിജയ് പങ്കെടുക്കും. നാം തമിഴർ കക്ഷിയുടെ 234 മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിക്കും. ഏപ്രിൽ 6 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. എന്നാൽ അതിനിടെ പൊതു അവധികൾ വരുന്നത് കണക്കിലെടുത്ത് വേഗത്തിൽ പത്രികാ സമർപ്പണം പൂർത്തിയാക്കാനാണ് എല്ലാ പാർട്ടികളുടെയും തീരുമാനം. മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെയുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഇന്ന് ലോക്സഭയിൽ ചർച്ച ചെയ്യും. ഇന്ത്യയിൽ മാവോയിസം അവസാനിപ്പിക്കാനുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സമയപരിധി അവസാനിക്കാൻ ഒരു ദിനം ബാക്കിയുള്ളപ്പോഴാണ് ലോക്സഭയിൽ ചർച്ച. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും. ചർച്ചയുടെ അവസാനം അമിത്ഷാ മറുപടി പറയും. മാർച്ച് 31 രാജ്യത്തെ മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം രാജ്യസഭയിൽ അവതരിപ്പിച്ച CAPF ഭേദഗതി ബിൽ ഇന്ന് ചർച്ചയ്ക്കെടുത്ത് പാസാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ബീഹാറിൽ നിതീഷ് കുമാർ ഇന്ന് MLC സ്ഥാനം രാജിവെക്കും. പാർട്ടിയുടെ MLA ആയ അനന്ത് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്നലെ നിതീഷ് കുമാറിന്റെ വസതിയിൽ JDU നേതാക്കളുമായി ഒരു യോഗം നടന്നിരുന്നു. സഞ്ജയ് കുമാർ ഝാ, ലലൻ സിംഗ്, വിജയ് കുമാർ ചൌധരി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ചർച്ചയ്ക്ക് ശേഷമാണ് അനന്ത് കുമാർ നിതീഷിന്റെ രാജിക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനവും നിതീഷ് ഉടൻ രാജിവെക്കുമെന്നാണ് സൂചന. ഈ മാസം 16 നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.